ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് വളരെ കറക്റ്റല്ലേ. ഞാനിവിടെ രാവിലെ എണീറ്റ് ഈ കുഞ്ഞു പിള്ളേരുടെ പോലെ വേഗം പുറത്തൊക്കെ ഇറങ്ങി ഡോറൊക്കെ തുറന്ന് എല്ലാ വ്യൂസും കണ്ട് വാവ് വാവ് എന്ന് പറഞ്ഞ് കേട്ടിട്ട് അനീറ്റി പറയരുത്. ഞാൻ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. കാരണം എന്നും കാണുന്ന കാഴ്ചകളാകുമ്പോൾ നമുക്ക് അത്ര വാല്യൂ തോന്നില്ലല്ലോ. ഇപ്പം എനിക്കിപ്പോൾ യു എയിലത്തെ കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഹായ് എന്നൊന്നും പറയാൻ എനിക്ക് തോന്നണില്ല. കാരണം സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കണമുണ്ട്. അപ്പം എനിക്ക് ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പ്ലസൻറ്റ് വെതർ, നല്ല എയർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ്. എവിടെ തിരിഞ്ഞാലും ക്യാമറ ഫോട്ടോസ് എടുക്കാനുള്ള ആംഗിൾസാണ്. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ് അവിടുത്തെ ചെറി ബ്ലോസും എല്ലാം. ഈ മരത്തിന് ഞാൻ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു മിനിമം ഒരു 2 തവണയെങ്കിലും വല വെക്കുന്നുണ്ടാവും കേട്ടോ. ഇവരുടെ വീട് സിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് നീങ്ങിയിട്ടാണ്, അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് എയറാണ്. രാവിലെ തന്നെ മോൻ ദേ സൈക്കിളെടുത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങി, കൂടെ ഞാനും ഇറങ്ങി. അവിടുത്തെ പൈൻ ട്രീസും ചെറി ബ്ലോസംസും പറയാതിരിക്കാൻ വയ്യ. എവിടെ തിരിഞ്ഞാലും ആ ഒരു വാവ് ഫാക്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ ഒരു കുഞ്ഞു സ്വപ്നം കേട്ടോ. സ്വപ്നം എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വിൻഡ് മില്ലിൻ്റെയൊക്കെ നല്ല ഇമേജസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എന്തെങ്കിലും അങ്ങനെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പം ഞാൻ അനിയത്തെ ഇങ്ങനെ എങ്ങോട്ട് പോകാൻ ചേച്ചിക്ക് താല്പര്യം ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലമാണ് ഈ വിൻഡ് മില്ല്. എന്തായാലും ഈ സ്ഥലം സെലക്ട് ചെയ്തത് ഹേമയ്ക്ക് ഒരു ബിഗ് താങ്ക് യു. ലിറ്റിൽ ബേബി കിങ് സേ ഹായ്. ഷീസ് ധ്വനി. എൻ്റെ വാവ ഉണ്ട് കേട്ടോ. വാവ നല്ല കരച്ചിലാ. ഇവിടെ നല്ല തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പ്. ജാക്കറ്റൊക്കെ ഇടാണ്ട് രക്ഷയില്ല. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ നേരിട്ട് കാണാം. ഞങ്ങളൊരു പാക്കേജ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ USA പോയിരുന്നത്. അപ്പോൾ ഫാമിലി ആണല്ലോ മുഖ്യം. അപ്പോൾ ഫസ്റ്റ് 2 days ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് ഒരു പാക്കേജ് ട്രിപ്പ് ബുക്ക് ചെയ്തായിരുന്നു. ഒരു 4 days ട്രിപ്പ്, 3 nights and 4 days. നയാഗ്ര അങ്ങനെ കുറച്ച് മെയിൻ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാമെന്ന് ഓർത്തിട്ട്. റിക്ക് കുഞ്ഞായിരുന്നപ്പോൾ പോയിട്ടുള്ളത് നയാഗ്രയിലേക്ക്, പക്ഷേ അവർക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പം പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഫ്ലൈറ്റ് നമ്മൾ തന്നെ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്, ന്യൂയോർക്കിലേക്കുള്ള ഫ്ലൈറ്റ് ഫ്രം ചിക്കാഗോ. അപ്പോൾ ചിക്കാഗോയിൽ ചായൻ്റെ ഒരു കസിനുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ഇൻ ചെയ്ത് ഹായ് പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് ന്യൂയോർക്കിലേക്ക് പോവുക ചെയ്തത്. ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടാണ് ചിക്കാഗോയിലേക്ക് പോയത്. അനിയൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോയത്. എന്നിട്ട് സാജു ചേട്ടനെയും ഷാലിമോൾ ചേച്ചീനെയും അവരുടെ ഫാമിലിനെയൊക്കെ കണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഞങ്ങളുടെ പാക്കേജ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സാജു ചേട്ടൻ തന്നെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് മിഷിഗണിലെത്തിയത്. പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ അബുദാബിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഇതേ കുഞ്ഞുവാവ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു കേട്ടോ. അവളുടെ എനിക്ക് തോന്നുന്നു അധികം ട്രിപ്സ് ഒന്നും അവൾ പോയിട്ടില്ല. ഒരു ഷോർട്ട് ട്രിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആളിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി ഗ്ലൗസ് ഊരുമ്പോഴേക്കും കൈയൊക്കെ ഇങ്ങനെ കിടുകിടാ വരച്ചു തുടങ്ങിയായിരുന്നു. നമുക്ക് പരിചയമില്ലാത്ത കാലാവസ്ഥയാണല്ലോ ഇത്. ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചോദിച്ചത് ചുമ്മാ കെറോസലിൽ നമുക്കൊന്നും നിൽക്കാൻ പറ്റുമെന്ന്, പക്ഷേ അമ്മച്ചി സമ്മതിച്ചില്ല കേട്ടോ. വേണ്ടായിരുന്നു. നമ്മൾ വിൻഡ്മില്ല് കാണേക്കാട്ട് മുന്നേ കയറിയത് അവരുടെ ഒരു സോവിനിയേഴ്സ് ഒക്കെ ഉള്ള ഒരു ഷോപ്പിലാണ്. നല്ല ടർക്കിഷ് കളക്ഷൻസും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് പീസസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാത്തിനും മുടിഞ്ഞ വിലയായിരുന്നു. അതുകൊണ്ടൊന്നും ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. ഇച്ചായനാണെങ്കിൽ എന്നെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. കാരണം ഇച്ചായനറിയാം ഇങ്ങനത്തെ പീസസൊക്കെ കണ്ട എൻ്റെ കണ്ണ് മഞ്ഞളിക്കുന്നതുകൊണ്ട് ഇച്ചായൻ ആ ഭാഗത്തേക്ക് വരാതെ കാണാത്ത പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ പറഞ്ഞാട്ടോ, ഇച്ചായൻ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങി തരുമൊക്കെ ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിരുന്നു അവിടെ. പൊതുവേ ഇങ്ങനെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നോക്കി നടന്നു. അപ്പോഴാണ് ഈ കുഞ്ഞിങ്ങനെ ഈ എന്താ പറയുക ബെഡ്റൂം സെറ്റ്, കിച്ചൺ സെറ്റ് അങ്ങനത്തെയൊക്കെ കാണില്ലേ, അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ മെയ്ഡൻ ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ആർട്ട് പീസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ബെഡ്റൂം സെറ്റ് എന്ന് തന്നെ പറയാം. മേ ബി അവരുടെ ഒരു കൾച്ചറൊക്കെ കാണിക്കുന്ന. ഭാഗ്യം ഞാൻ കുട്ടിയാവാതിരുന്നത്, അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടി ഞാൻ വാശി പിടിച്ചേനെ. അങ്ങനെ അവിടെ കുറച്ച് നേരം കറക്കി തിരിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയി വിൻഡ്മില്ലിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. പോകുന്ന വഴിയിൽ അവിടെ ഒരു വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. മക്കൾക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ചെയ്യാൻ. ഓ കണ്ടാ പണ്ടുള്ളവർ വെള്ളം കയറ്റിരുന്ന കണ്ടാ. റയൻ അവൻ്റെ അപ്പാപ്പൻ്റെ പോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാഴ്ചകളും കണ്ടു നടക്കുന്ന ഒരു ടൈപ്പാണ്. ഭയങ്കര സിമിലാരിറ്റിയാണ് അവനും ഒപ്പനും തമ്മിൽ. കാരണം എല്ലാ കാഴ്ചകളും കാണാനും ഫോട്ടോസിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് താല്പര്യം കുറവാണ്. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ട് വീട്ടില്ല അവനപ്പം. അനിയൻ അവിടെ ചെയ്യുന്ന കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് എല്ലാം ഓടിച്ചാടി അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ പേപ്പരും എൻ്റെ രണ്ടാമത്തെ ആളും കൂടെ അവിടെ കറക്കി വെള്ളമടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. കൊള്ളാട്ടോ, ഈ രീതിയിലെ ഒരു ഇറിഗേഷൻ സിസ്റ്റം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്നൊരു റിലാക്സ്ഡ് ഡേ ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ പിറ്റേ ദിവസം ഈ പാക്കേജ് ട്രിപ്പ് എടുത്ത് പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ തലേദിവസം ഓവർ സ്ട്രെയിൻ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ കരുതിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റിലാക്സ് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്താണ് ഞങ്ങൾ നടന്നിരുന്നത്. മക്കൾക്കാണെങ്കിൽ സിറ്റിയിലൊക്കെ പോകുന്നതിനെക്കാട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു നടക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം.
ഞങ്ങൾ പിന്നീട് പോയത് ഒരു വിൻഡ് മില്ലിൻ്റെ ഒരു എക്സ്പ്ലനേറ്ററി സെഷൻ ഉണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ കുറേ വിൻഡ് മിൽസ് ഇങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമാട്ടോ, ഓരോന്നും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അനീത്തിയാണെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് അതേ പുറത്തിറങ്ങിയതിന് ഭയങ്കര സന്തോഷത്തിൽ ഫുൾ ഓൺ മോഡിലായിരുന്നു. ദോഷം പറയരുതല്ലോ, ടച്ച് വുഡ് ഒരേ വേവ് ലെങ്ത്തിലുള്ള 2 അനിയത്തിമാരെയാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രിപ്പിനൊക്കെ പോയാൽ ഫുൾ പൊളിയാട്ടോ. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ 2 പേരും മോശമല്ല. ഞങ്ങളവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കൾ അവിടെ ഒരു നെസ്റ്റ് കണ്ടുപിടിച്ചത്. പക്ഷേ ആ നെസ്റ്റിൻ്റെ ഉള്ളിലത്തെ എഗ്ഗ് ഉണ്ടാവില്ലല്ലോ, സർപ്രൈസ്ഡ് ആയി പോകും. ഇത് എന്ത് എഗ്ഗാന്ന് എനിക്കും അറിയണ്ടായിരുന്നില്ല കേട്ടോ. റോബിൻ ബേർഡിൻ്റെ എഗ്ഗ് ആണെന്നാണ് പറഞ്ഞത്. നല്ല ടീൽ കളർ എഗ്ഗ്. ഞാൻ ആദ്യം വിചാരിച്ചു ആരെങ്കിലും പെയിൻ്റ് അടിച്ച് വെച്ചതായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോസ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എവിടെ തിരിഞ്ഞാലും ബാക്ക്ഗ്രൗണ്ട് പിന്നെ സൂപ്പറാണല്ലോ. ക്രിയേറ്റിവിറ്റി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ട്യൂലിപ്പ് ഫാമിന് മുന്നോടിയായിട്ട് സീറ്റ് വരെ ഒരു ട്യൂലിപ്പ് ഷേപ്പിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആണ് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. We are a working mill. It's just presently not working. COVID came along and things have changed. But we have a gentleman here from the Netherlands right now, and they're working on the blades were turning, so we're working on getting it back to grinding. We did grind beautiful green into wonderful flour, and there's a video in the post house. ഗ്രൈൻഡഡ് ഹോൾ വീറ്റ് കോൺ മീൽ. ഹായ്, അപ്പോൾ ഞങ്ങളിത് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കേട്ടായിരുന്നു. അപ്പോൾ അവർ പറയണേ ഇവിടെ പണ്ട് ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്യാറുണ്ടെന്നാണ് പറയണേ. അറ്റ് പ്രസൻറ്റ് കൊറോണ കാരണം ഇവിടുത്തെ ലോസ് ടൈം ഇല്ല. അപ്പോൾ അത് കാരണം അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം. ഹോപ്പ്ഫുള്ളി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ സ്റ്റാർട്ടാവും. അപ്പോൾ കാണാൻ ഞങ്ങൾ വരുമോയെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാം. വാവ അപ്പോഴേക്കും ഉറക്കായതുകൊണ്ട് തന്നെ അവർ കാർ സീറ്റിൽ അങ്ങനെ തന്നെ മുകളിലോട്ട് പൊക്കിക്കൊണ്ടുപോയി കേട്ടോ. മുകളിൽ റൂഫ് വരെ നമുക്ക് സ്റ്റെയർസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൂഫിൽ നിന്ന് നമുക്ക് നല്ല രസമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അകലെ നോക്കിയപ്പോൾ കുറേ ട്യൂലിപ്പ് ഫ്ലവേഴ്സൊക്കെ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ അവർ ഫെൻസ് കിട്ടിയേക്കാണ് എനിക്ക് തോന്നുന്നു ഫുള്ളി ഗ്രോൺ ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ വിൻഡ് മില്ലിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ. പണ്ട് ഈ ഹിന്ദി മൂവീസിലും തമിഴ് മൂവീസിലൊക്കെ ഈ ട്യൂലിപ്പ് ഫെസ്റ്റിവൽ കണ്ടിട്ട് ഭയങ്കര ആഗ്രഹം കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് അതെല്ലാം ഫെൻസ് കെട്ടി തിരിച്ചിരിക്കുകയായിരുന്നു. ഇവരുടെ ട്യൂലിപ്പ് ഫെസ്റ്റിവൽ ഒരു കാണേണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അനിയൻ പറഞ്ഞു വേറെ ഏതൊരു സ്ഥലത്ത് ഇതുപോലെ ട്യൂലിപ്സിൻ്റെ ഇടയിലിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് വന്നു. അവിടെ കുറേ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. മക്കൾക്ക് പിന്നെ ഈ ഫോട്ടോസിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ ഈ സ്ക്യൂരൽസിനൊക്കെ ഓടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളുടെ ആഗ്രഹമൊക്കെ അങ്ങോട്ട് തീർത്തു. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി ഫുൾ എൻ്റെ തല എൻ്റെ ഫുൾ പോസ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ നമ്മുടെ പാക്കേജ് ട്രിപ്പാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.